യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സൺഡേ വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ സൺഡേ മാത്രമാണ്. ബാക്കിയുള്ള ഇട ദിവസമൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ജോലിക്ക് പോകണതിൻ്റെ ഒരു ബഹളം എനിക്ക് ആദ്യമൊക്കെ എടുത്തിരുന്നു. എനിക്കിപ്പോൾ തീരെ എടുക്കാൻ പറ്റാത്ത പോലെ രാവിലെ എത്തി കഴിഞ്ഞാൽ ഒരു ഹറിബറിയാണ് നമുക്ക്. അപ്പോൾ പിന്നെ പോകേണ്ട ഒരു ബഹളമാണ്. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ജോലിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ രാവിലത്തെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. പിള്ളേർ പള്ളിയിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ പുട്ടും മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് അവരെ പള്ളിയിലേക്ക് കൊണ്ടാക്കി. ഇനിയിപ്പം നമ്മളത് കുക്കറിൽ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ കുക്കറിൽ നമ്മൾ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേ ഞാൻ ബീഫിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് അത്താണ് കേട്ടോ. അത്താണ്, പക്ഷെ പൂക്കളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ എന്താ പറയുക, രാവിലെ ഇന്ന് നേരം വൈകി. നാളെ എൻ്റെ വണ്ടിയുടെ ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വേണ്ട പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രിയാണ് ചെയ്തത്. അപ്പോൾ രാത്രി ഇന്നലെ ടെസ്റ്റിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ 1 മണിയായി. 1 മണി 1:30 ഇന്നലെ കിടന്നതിൻ്റെ നേരം വെളുത്തി എണീക്കണത് ഒരു 6:45 ആയിട്ടാണ്. പിന്നെ പിള്ളേരെ വിടുന്നത് തിക്കുന്നരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് പൂക്കൾ സത്യം പറഞ്ഞാൽ ഇട്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ താമസിക്കുന്ന വീട്ടിൽ നമുക്കങ്ങനെ പൂക്കൾ കിട്ടാനുള്ളൊരു സംവിധാനം ഇല്ല. നമ്മുടെ പഴയ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പാടത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ പൂക്കൾ കിട്ടും. ഇവിടെ പിന്നെ അങ്ങനെ വീടുകളായിട്ട് വലിയ കമ്പനിയൊന്നും ഇല്ല. അത് കാരണം പൂക്കൾ കിട്ടാനുള്ള വലിയ മാർഗ്ഗമില്ല. ഇനിയിപ്പോൾ നാളെ തൊട്ട് മറ്റേ പൂവിൻ്റെ കിറ്റ് മേടിച്ചു കൊണ്ടുവരണം. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം ഇടാനുണ്ടാവില്ല അങ്ങനെ. അപ്പോൾ വണ്ടിയുടെ പെയിൻറ്റിങ് ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെയാണ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടമായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ ലോങ് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ നമ്മൾ കറിക്കുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ സ്ഥിരം പറയണ പോലെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ലോങ് വീഡിയോയിലേക്ക് പോവാം. പിന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ എണീറ്റ് തലയിൽ ഹെന്നയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇനി പോകണം കാര്യങ്ങളൊക്കെ അല്ലേ വരണം. ഇനിയിപ്പോൾ അടുത്ത ശനിയാഴ്ച അവിടെ സെലിബ്രേഷനാണ് കേട്ടോ വർക്ക് ചെയ്യുന്നിടത്ത്. അപ്പോൾ ഇന്നൊരു ദിവസം കിട്ടുള്ളൂ. അപ്പോൾ ഹെന്നയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ ഹെന്നയാണ് കേട്ടോ. എണ്ണ ഇട്ട് വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. അത് ജസ്റ്റ് ഒരു പേസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ്, ഷാമ്പു പോലെ മിക്സ് ചെയ്തിട്ട് പരട്ടണത്. അപ്പോൾ അതിങ്ങനെ പരട്ടിട്ട് നോക്കുകയാണ്. ഇനിയിപ്പോൾ തല കുളിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം പിള്ളേരെ പള്ളിയിൽ നിന്ന് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ ദിവസം. പിന്നെ കുറേ ഒതുക്കാനും പറക്കാനും അടിക്കാനും നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്ന് അടുക്കളയിലത്തെ കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോഴത്തേ നേരത്തെ പറഞ്ഞ പോലെ ചേട്ടൻ ബീഫൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണ് കാലത്ത് മക്കളെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വൈകുന്നേരം വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ ആയ കാരണമൊക്കെ എടുക്കുമ്പോൾ 1:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ, അതായത് പെയിൻ്റ് അടിക്കാൻ വന്ന ചേട്ടൻ തന്നെ പോകുമ്പോൾ 12 ആയി. പിന്നെ ഒതുക്കലും പറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്ന് കിടക്കുമ്പോൾ ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മക്കൾക്കാണെങ്കിൽ ഇന്ന് മുടങ്ങാനേ പാടില്ല പള്ളിയിലേക്ക്. അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഇൻസ്പെക്ഷന് വരുന്നതാണ്. അപ്പം അത് കാരണം ടീച്ചർമാർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റൻഡൻസ് കളയരുത്, നേരത്തെ തന്നെ വരണം, വൈകരുത് എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക, ചെറുപയറൊക്കെ വെള്ളത്തിലിടണം എന്നൊക്കെ വലിയ കാര്യത്തിലൊക്കെ രാത്രിയൊക്കെ വിചാരിച്ചു. പിന്നെ ഈ തിരക്കിൽ ഞാൻ അത് രണ്ടും മറന്നു. ഒന്നിങ്ങനെ കടല അല്ലെങ്കിൽ ചെറുപയർ വെള്ളത്തിലിടാം. രാവിലെ പുട്ടാണല്ലോ ഏറ്റവും എളുപ്പം. അപ്പോൾ അതങ്ങോട്ട് ചെയ്തിട്ട് അവരെ അങ്ങോട്ട് വിടാം പള്ളിയിലേക്ക്. പിന്നെയുള്ള ചോറും കാര്യങ്ങളൊക്കെ പതുക്കെ ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഇന്നലെ രാത്രിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഇത് രണ്ടും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു ടെൻഷൻ വന്നു, അയ്യോ എന്ത് ചെയ്യും എന്നുള്ളത്. പിന്നെ ഓർമ്മ വന്നു, ഒരു 3-4 മുട്ട ഇരിക്കുന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പോഴാണ്. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. എന്തായാലും മുട്ടക്കറി വെച്ച് പുട്ടുണ്ടാക്കി അവരെ വിടാം. അവർക്ക് മുട്ടക്കറി ഇഷ്ടമാണ് പുട്ടിലേക്ക്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ വിടാം എന്നുള്ള പ്ലാനിങ് ആയി. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റ പാടെ വേഗം തന്നെ പുട്ടുണ്ടാക്കി മുട്ടക്കറി വെച്ച് ചായയൊക്കെ വെച്ച് അവരെ 2 പേരെ 7:45 ആയപ്പോഴേക്കും ചേട്ടൻ്റെ കൂടെ ഞാൻ പള്ളിയിലേക്ക് വിട്ടു. അപ്പോൾ ആ ഒരു ദൗത്യം നമ്മുടെ ഭംഗിയായിട്ട് പൂർത്തിയായി. അപ്പോൾ അതിൽ വീഴ്ചയും കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. അങ്ങനെ പിള്ളേരെയൊക്കെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ ചേട്ടൻ ബീഫ് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ബീഫും കായും കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വൈകുന്നേരം വരത്തേക്ക് എന്തായാലും കറി ഉണ്ടാവുമല്ലോ. പിന്നെ എന്തായാലും ബീഫ് കഴിയുകയാണെങ്കിൽ കായെങ്കിലും കൂട്ടി ചോറിനാന്നുള്ളൊരൊറ്റ കാര്യത്തിൽ അങ്ങനെ ബീഫും കായും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കപ്പാടുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു അരി കഴുകിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ കുക്കറിൽ വേഗം അരി കഴുകിയിട്ടു. അത് നമുക്ക് ചോന്നരി ആയി കാരണം നന്നായി കഴുകിയെടുക്കണം, എന്നാൽ മാത്രമേ അത് വൃത്തിയാവുള്ളൂ. ഇപ്പോൾ ഒരു 3-4 വട്ടം അരി നന്നായി കഴുകി എടുത്തിട്ട് നമ്മൾ കുക്കറിലിടുകയാണ് കേട്ടോ. ഇനി ഇപ്പുറത്തെ ഞാൻ ബീഫ് നമ്മുടെ കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി തിരുമ്പി ഞാൻ ബീഫ് കുക്കറിൽ വേവാൻ വേണ്ടി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുളി പാസ്സാക്കിയിട്ട് വന്നിട്ട് നമുക്ക് അടുത്തത് കാണാം. അപ്പോൾ എണ്ണയൊക്കെ പോയി കഴുകി കളഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ പോയി പിള്ളേരെ കൊണ്ടുപോകാൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുളിച്ചു. ഇനി കറി കാച്ചണം, പിന്നെ തുണികൾ കഴുകാനുണ്ട്, ഇഷ്ടംമാതിരി പണികളുണ്ട്. പക്ഷേ എണ്ണയിട്ട കാരണം വേഗം പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം പോയി കുളി കഴിഞ്ഞു. പിന്നെ എന്തായാലും അത്തൊക്കെ അല്ലേ, അപ്പോൾ വേഗം അങ്ങോട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി പോയി പിള്ളേരെ കൊണ്ടുവന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിള്ളേരെ കൊണ്ടുപോയിട്ട് ഞാൻ വരാം.
അപ്പോൾ പിള്ളേരെ കൊണ്ടാക്കാൻ വേണ്ടി ആൾ പോയി, കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോയിട്ട്. അപ്പോൾ ഞാൻ ദേ 2 പേരും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓടിക്കുന്നത് ചേട്ടൻ്റെ വണ്ടിയാണേ. അപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് പരിചയമില്ല ഓടിക്കാനായിട്ട്. പ്രത്യേകിച്ച് എനിക്ക് എന്തോ ഒരു നമ്മൾ സ്ഥിരമായിട്ടൊരു വണ്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വേറെ വണ്ടി മാറുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു ടെൻഷനാണ് കേട്ടോ. പെട്ടെന്ന് നിൽക്കുമോ, ബ്രേക്ക് പിടിച്ചോ, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, പെട്ടെന്നൊരു വണ്ടി ഫ്രണ്ടിൽ സഡനായിട്ട് നിർത്തുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഞാൻ നെഗറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് എന്താ പറയുക, വേറെ വണ്ടി ഇങ്ങനെ മാറി ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്കത് ഓടിക്കാണ്ട് രക്ഷയില്ല. അപ്പോൾ ചേട്ടന് വേറൊരു കാര്യത്തിന് വേണ്ടി പോകേണ്ട കാരണം ഞാനാണ് മക്കളെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വിധത്തിൽ അങ്ങനെ രണ്ടാളെയും വെച്ച് പയ്യെ ഇങ്ങനെ ഒരു വഴി കൂടെ ഒതുങ്ങി ഇങ്ങനെ പോന്നു. അങ്ങനെ വീടെത്തി. അപ്പോൾ ദേ ബീഫ് നമ്മുടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കായ ദേ കഴുകി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കായ നന്നായി വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് സവോളയൊക്കെ വഴറ്റിയിട്ട് ഈ ബീഫ് കറി കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല, മക്കൾക്ക് പിന്നെ വരുമ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ കുറച്ച് പുട്ടിൻ്റെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ചേട്ടൻ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വണ്ടിയുമ്പോൾ കുറച്ച് അല്ലറച്ചിലുള്ള പരിപാടികൾ നമുക്ക് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് 2 താറാവ് കുട്ടികളെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഗപ്പികളുടെ തീറ്റ മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതേപോലെ പെരിങ്ങാവിൽ തന്നെ പെറ്റ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അവർക്കുള്ള തീറ്റയും മേടിക്കാൻ കിട്ടും. പിന്നെ മീനും കോഴി താറാവ് പട്ടി പൂച്ച ഒക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. എൻ്റെ കുറേ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ടൗണിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വണ്ടിയുടെ ചെയ്ത് വരുന്ന വഴിക്ക് തന്നെ 2 താറാവ് കുട്ടികളെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ പണ്ടത്തെ ഡൈൻമ ലൈഫ് കാണുന്നവർക്കറിയാം, നമ്മുടെ വീട്ടിൽ കുട്ടനാടൻ താറാവ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 10-25 താറാവ് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. അത് നമ്മുടെ പണ്ടത്തെ പാടത്തെ അവിടെയുള്ള ഒരു വീടുണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ തറവാട് വീട്. ആ വീട്ടിലായിരിക്കുമ്പോൾ കുറേ താറാവ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ. പക്ഷേ ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അങ്ങനെ കുറേ താറാവിനൊന്നും മേടിച്ച് വളർത്താനുള്ള ആ ഒരു സ്ഥലപരിമിതി നമുക്കില്ല. അപ്പോൾ തൽക്കാലം മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു നേരം പോക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ ഇപ്പോൾ 2 താറാവിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. തീരെ കുട്ടികളല്ല കേട്ടോ, ഒരു മിനിമം വലിപ്പമുള്ള 2 താറാവിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാൽ നമുക്കൊരു ചുറ്റുമതിലുള്ള കാരണം അങ്ങനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അവർ പോവില്ല. അപ്പോൾ അവരെ കാര്യം പിള്ളേർ നോക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ല എൻ്റെ നെഗം, ഞാൻ നോറ്റ് വളർത്തിക്കൊണ്ട നെഗാണ് കേട്ടോ. നല്ല രീതിയിൽ വളർന്നു വന്ന നെഗായിരുന്നു. പെട്ടെന്നൊരു കവർ ഇങ്ങനെ സെൻസൈഡുമെന്ന് വലിച്ചതാണ്. കറക്റ്റ് നെഗത്തിൻ്റെ പകുതിക്ക് അങ്ങോട്ട് ഒടിഞ്ഞു പോയി, കുറേ ചോരയും പോയി, ഒടിഞ്ഞും പോയി. ഇപ്പം എനിക്കത് എവിടെയെങ്കിലും ചെന്ന് കൊള്ളുമ്പോൾ ഭയങ്കര വേദനയാണ്. കഴിഞ്ഞ കൊല്ലം ഓണത്തിനും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ, സെയിം ആയിരുന്നു. കഴിഞ്ഞ വട്ടം അതേപോലെ ഓണ സെലിബ്രേഷന് ഞാൻ അതേപോലെ നഖം വളർത്തിയിട്ട് ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ക്യൂടെക്സ് ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വളർത്തി. കറക്റ്റ് സെലിബ്രേഷൻ്റെ 2 ദിവസം മുൻപ് ഇതുപോലെ തന്നെ എൻ്റെ നഖം അങ്ങനെ കുത്തി ഒടിഞ്ഞു പോയിട്ടാണ്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, കറക്റ്റ് അത് ഈ സമയം എത്തിയപ്പോൾ എനിക്ക് എത്തേ പണി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ വരുള്ളൂ, അത് നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് കുറേ അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദേ നമ്മുടെ അത്തപ്പൂക്കളം കുറച്ച് വൈകിയാണെങ്കിലും ദേ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആൾ കാറ്റീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് പൂക്കളം ഇടാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ പീരീഡ്സും കാര്യങ്ങളായ കാരണം അങ്ങനെ പീരീഡ്സ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പൂക്കളം ഇടണ്ട, കാരണം നമ്മൾ അങ്ങനെ ഇടാൻ പാടില്ലല്ലോ പീരീഡ്സ് ആയിട്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത്രയും അങ്ങോട്ട് ഇതാക്കി എടുത്തില്ല. അപ്പോൾ അവൻ പള്ളിയിൽ വിട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇട്ടോളാം എന്നും പറഞ്ഞിട്ട് അവൻ തന്നെ കുറേ കുറേ ഇലകൾ കൊണ്ടിട്ട് ഇങ്ങനെ അരിഞ്ഞ് പൂക്കളം ഇടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് മുസാണ്ട എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് തൊട്ടപ്പുറത്തെ വീടിൻ്റെ മതിലിനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് കൊണ്ടു കൊടുത്തപ്പോൾ അത് ഉള്ളത് വെച്ചിട്ട് നല്ലൊരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനവിടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇനി കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കൂട്ടാൻ്റെ പണി മൊത്തം അവസാനിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം വണ്ടിയും ഇരിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ വന്ന് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ വേഗം ഞാൻ ബീഫ് കറിയുടെ കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബീഫും കായും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി വൈകുന്നേരം വരെയ്ക്ക് വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്കിനി അലക്കാനുണ്ട്. പിന്നെ നമുക്ക് താറാവിൻ്റെ കൂട് സെറ്റ് ചെയ്യാനുണ്ട്. കാരണം അവരെ നമ്മളിപ്പോൾ തൽക്കാലം ഇട്ടത് നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, ആകെ ഒരു പെട്ടെന്ന് അഴുക്കാവും. താറാവിനെ വളർത്തുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് അഴുക്കാവും. നമ്മുടെ മിറ്റാണെങ്കിൽ ശരി എവിടെയെങ്കിലും വൃത്തികേടാവും ഒരു പെട്ടെന്ന് ഇങ്ങനെ. അപ്പോൾ നമുക്ക് പഴയ വീടിൻ്റെ അവിടെ നിന്ന് ബാക്ക് പാടായതുകൊണ്ട് നമുക്ക് സുഖമായി 10-25 താറാവുള്ള സമയത്ത് വരെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് അഴിച്ചു വിടുക. അതുപോലെ എന്ന് പറയും കുറേ പുല്ല് മുളക്കില്ല. ഈ താറാവുള്ള സ്ഥലത്ത് താറാവിൻ്റെ കാട്ടം ഭയങ്കര ആസിഡാണ്. അപ്പോൾ അവിടെ ഒന്നും പുല്ലുണ്ടാവില്ല. ഇവരെ കാട്ടാവണ ഭാഗത്തൊക്കെ പുല്ല് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പഴയ വീടിൻ്റെ ബാക്കിലൊക്കെ പുല്ലുകൾ ഭയങ്കര കുറവായിരുന്നു. ഈ താറാക്കളെ അഴിച്ചു വിടുമ്പോൾ അങ്ങനെ പുല്ലൊന്നും അങ്ങനെ മുളക്കില്ല. അതുപോലെ തന്നെ പാടത്തേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മറ്റേ കക്കിയും ഞവിനിയും അങ്ങനെയുള്ള ഓരോ പ്രാണിയും സംഭവങ്ങളൊക്കെ ഇങ്ങനെ തിന്നാൻ കിട്ടുമായിരുന്നു. അപ്പോൾ അവരവിടെ ഹാപ്പി ആയിരുന്നു താറാവ്. നമുക്ക് ഡെയിലി 20-22 മുട്ടയൊക്കെ വെച്ച് കിട്ടിയായിരുന്നു കേട്ടോ പണ്ടൊക്കെ. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ ഇല്ല. അപ്പോൾ ഇത് ബ്രോയിലർ താറാവാണ്. കുറേ നോക്കിക്കഴിഞ്ഞാൽ മുട്ട ഇടുന്നവർ പറഞ്ഞു. പക്ഷെ നമ്മൾ അത്രയും നാളെന്തായാലും വെക്കില്ല.
നമ്മുടെ ബീഫിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ വണ്ടി ഇരുന്ന് റെഡിയാക്കുമ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, അതായത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഒരു പെട്ടി വണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് അവക്കാഡോ എന്നൊക്കെ കൊണ്ട് വിളിച്ച് പറയണ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവക്കാഡോ മേടിക്കാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷേ അവക്കാഡോ അവരുടെ കയ്യിൽ പഴുത്തതില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ കളർ ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പം ഞാനെന്ത് ചെയ്തു, ഒറ്റൊരെണ്ണം ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ പറഞ്ഞപ്പോൾ ഞാനത് തൊണ്ട് പൊളിച്ച് കഷ്ണാക്കാൻ, കാരണം അത് ഭയങ്കര രസമല്ലേ, അത് അരിഞ്ഞെടുക്കാൻ വേണ്ടി നല്ലൊരു സുഖമല്ലേ. അപ്പോൾ അവൻ വേഗം അതെടുത്ത് ചെറിയ ചെറിയ പീസാക്കി പിന്നെ അതിലേക്കുള്ള പാലും നമ്മുടെ ബൂസ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഇത് അരിഞ്ഞ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തണുപ്പ് കിട്ടുമ്പോൾ നമുക്ക് ഷെയ്ക്ക് അടിക്കുമ്പോൾ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ വേഗം അവൻ അത് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞിട്ടോ. എനിക്കിതിൻ്റെ വെള്ള കളറുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമല്ല കേട്ടോ. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വൈറ്റ് എനിക്കിഷ്ടമല്ല, പക്ഷേ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് വെറുതെ തിന്നാനും ഇഷ്ടമാട്ടോ. സാധാരണ ആൾക്കാരൊക്കെ പറയും ഡ്രാഗൺ ഫ്രൂട്ടിന് മധുരമില്ല, തിന്നാൻ ടേസ്റ്റ് ഇല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ കുറേ മധുരവും കുറേ ടേസ്റ്റൊന്നും ഇല്ലാത്തൊരു പഴമൊക്കെ തന്നെയാണെങ്കിലും പക്ഷേ എനിക്ക് തിന്നാൻ എന്തോ ഇതിനോട് ഇപ്പോൾ എനിക്ക് അടുപ്പിച്ച് കുറച്ച് നാളായിട്ട് ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ. അപ്പോൾ അതിൽ നിന്ന് 2-3 കഷ്ണമൊക്കെ തിന്നു. ബാക്കിയുള്ളത് ഞങ്ങൾ അരിഞ്ഞ് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ചെറിയ ആളും കഴിക്കൂട്ടോ, പക്ഷേ മൂത്ത ആൾ അങ്ങനെ തന്നെ കഴിക്കില്ല. ഷെയ്ക്ക് അടിക്കുകയാണെങ്കിൽ കുടിക്കുന്നല്ലാണ്ട് അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. അതേപോലെ അവക്കാഡോ ഒന്നും അങ്ങനെ വെറുതെ കഴിക്കില്ല. അതേപോലെ ഷെയ്ക്ക് ബൂസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ട് ഷെയ്ക്ക് അടിച്ച് കുടിക്കുകയാണെങ്കിൽ കഴിക്കും, അല്ലാണ്ട് കഴിക്കില്ല കേട്ടോ. അപ്പോൾ അവനും ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഊണ് കഴിഞ്ഞിട്ട് ഇതടിച്ച് കുടിക്കാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇതടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറുണ്ണാനുള്ള വിശപ്പൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചോറും ഉണ്ണില്ല, അത് മൊത്തം വൈകുന്നേരം ബാക്കിയാവും. അപ്പോൾ എന്തായാലും ചോറും ഉണ്ടിട്ട് നമുക്ക് ഷെയ്ക്ക് അടിക്കാന്നുള്ള രീതിയിൽ ഞാനെന്ത് ചെയ്തു, അത് വേഗം എടുത്തുകൊണ്ട് ഈ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചുട്ടാ. ഊണൊക്കെ കഴിഞ്ഞിട്ട് അടിക്കുമ്പോൾ നമുക്കതൊരു ഐസ്ക്രീമിൻ്റെ ഒരു എഫക്റ്റിൽ നമുക്കത് കഴിക്കാമല്ലോ. അപ്പോൾ നമുക്ക് വയറ് ഫില്ലാവും ചെയ്യും, കഴിക്കാൻ നല്ല രസം ഉണ്ടാവും, പ്രത്യേകിച്ച് ആ ഒരു ഉച്ച സമയമല്ലേ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചുട്ടാ. അപ്പോൾ പിന്നെ നമ്മുടെ വണ്ടിയും ഇനി കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് ഇന്നലെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ് നമുക്ക് ടച്ച് ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ ചില ഭാഗങ്ങളിൽ. അപ്പോൾ ചേട്ടൻ അത് രാവിലെ ഇരുന്നിട്ട് ബ്ലാക്ക് പെയിൻറ്റ് ആവേണ്ട ഭാഗങ്ങളിലൊക്കെ അത് ടച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ രാത്രിയല്ലേ പെയിൻറ്റ് ചെയ്തത്. ആ ചേട്ടൻ പാവമുണ്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2-3 സ്ഥലത്ത് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വേറെ എവിടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെയിൻറ്റിങ്ങിൻ്റെ കാര്യം. നമ്മുടെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇന്നൊരു സ്ഥലത്ത് പോയിട്ട് അത് ചെയ്യണം, അവിടെ പോയി കഴിഞ്ഞാൽ അത് ഓക്കെ ആക്കണം എന്നൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാനിങ്. പക്ഷേ ആ പ്ലാനിങ് ഒന്നും നടന്നില്ല, ഒക്കെ തകിടം മറിഞ്ഞു. എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളും തിരക്കൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ അതങ്ങനെ നടക്കാത്ത കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ വേറൊരാളെ അന്വേഷിക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ മിക്ക പെയിൻറ്റ് വർക്ക്ഷോപ്പിലും തിരക്കായിരുന്നു. എല്ലാവരോടും ചോദിക്കുമ്പോൾ ആർക്കും നേരമില്ല, എല്ലാവരും ബിസിയാണ്, ഒരാഴ്ച മുന്നേ കൊണ്ടുവരേണ്ടത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് ആകെ ടെൻഷനായി. തിങ്കളാഴ്ചയാണെങ്കിൽ ടെസ്റ്റ് കൊടുക്കും വേണം, എവിടെ കൊണ്ടുപോകും, എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനായി. അങ്ങനെ ഞങ്ങൾ കുറേ പെയിൻറ്റർമാരൊക്കെ ചെന്ന് അന്വേഷിച്ചു കേട്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുമോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് തന്നാൽ മതി എന്നുള്ള രീതിയിൽ. കാരണം ടെസ്റ്റ് കൊടുക്കുമ്പോൾ ഒരു വൃത്തികേടില്ലാത്ത രീതിയിലായാൽ മതി എന്നുള്ള രീതിയിൽ പോലും നമ്മൾ ഒരുപാട് പേരോട് അന്വേഷിച്ചപ്പോൾ എല്ലാവരും തിരക്കിലായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ പെട്ടെന്നല്ല ചെന്ന് പറയണേ. പിന്നെ അവസാനമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആളെ പരിചയപ്പെടാൻ പറ്റിയത്. ഇങ്ങനെ വേറൊരു ചേട്ടൻ പറഞ്ഞിട്ട് ബിനോയേട്ടാ ചേട്ടൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആളെ പോയി കണ്ടു, ആളോട് സംസാരിച്ചു. അപ്പോൾ നമ്മളതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ വാടകയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല, ആളെ ജോലി കഴിഞ്ഞിട്ട് ആൾ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പാവം മനുഷ്യൻ, ഞങ്ങൾക്ക് വിഷമമായി. കാരണം പകൽ മൊത്തം ആളുടെ പണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ആൾ രാത്രി ഒരു 6-6:30 വരെ വന്നിട്ട് 12:30-1 മണി വരെ നിന്ന് പെയിൻ്റ് അടിച്ചു വണ്ടിയുമ്പോൾ. ഞങ്ങൾക്കും ഭയങ്കര സങ്കടമായി. പക്ഷേ ഞങ്ങളുടെ ഒരു അവസ്ഥ അതായിരുന്നത് കൊണ്ടും പിന്നെ ആ ചേട്ടൻ സമ്മതിച്ചതുകൊണ്ടും ഞങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് കൊടുക്കാൻ പറ്റി കറക്റ്റ് സമയത്തിന്. അങ്ങനെ ആ ചേട്ടൻ വന്നു, നമ്മളതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തു. പിന്നെ പെയിൻറ്റൊക്കെ നമ്മൾ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ വന്ന് അതൊക്കെ മിക്സ് ചെയ്ത്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ പെയിൻറ്റിങ്ങിനല്ല കൂടുതൽ സമയം, നമുക്ക് ഇതിൻ്റെ കവറിങ്ങിനാണ് കേട്ടോ. നമ്മൾ വൈറ്റ് അടിക്കുമ്പോൾ ബ്ലാക്ക് ഭാഗം കവർ ചെയ്യണം, ബ്ലാക്ക് അടിക്കുമ്പോൾ വൈറ്റ് ഭാഗം കവർ ചെയ്യണം, പെയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നത്. എങ്കിലും എൻ്റെ മോനുണ്ടല്ലോ, അവൻ ഇന്നലെ തന്നെ ചെറിയ ആൾ പരമാവധി മിററും കാര്യങ്ങളൊക്കെ അവൻ തന്നെ കവർ ചെയ്ത് വെച്ചുകൂട്ടാ. പിന്നെ പഴയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അവൻ തന്നെ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയാക്കി അവൻ തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടൻ വന്നപ്പോൾ ബാക്കിയുള്ളതൊക്കെ ആ ചേട്ടനും ചെയ്തു. പക്ഷേ നമുക്ക് എന്തുകൊണ്ടോ എത്രയൊക്കെ ടെൻഷൻ അടിച്ചാലും അവസാന സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തന്നിട്ട് ദൈവം. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് നല്ല ടെൻഷനായിരുന്നു, കാരണം വണ്ടിയിൽ ഇലക്ട്രിക്കലും മറ്റുള്ള മെക്കാനിക്കൽ പണികളൊക്കെ നമ്മൾ ഓടി നടന്ന് ചെയ്തിട്ട് അവസാനം പെയിൻറ്റിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോൾ പണി നമുക്ക് കിട്ടിയില്ലോ എന്നിങ്ങനെ എന്താ പറയുക, നല്ലൊരു പണി ആയല്ലോ എന്നുള്ള സങ്കടത്തിലിരിക്കുമ്പോഴാണ് നമുക്ക് വേറൊരു വഴി തുറന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭൂരിഭാഗം കുറേ മെക്കാനിക്കൽ പണി കുറച്ചൊക്കെ ചേട്ടൻ അറിയാം, ചേട്ടൻ തന്നെ ചെയ്യും. പിന്നെ അത്രയും അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പണി തന്നെയാണ് കേട്ടോ.
നല്ല കാശുള്ള ആൾക്കാർക്ക് വിഷയമില്ല. അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആൾക്കാരെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ നേരെ ഷോറൂമിലൊക്കെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നെ A to Z എല്ലാം ചെയ്ത് കിട്ടും. പക്ഷെ നല്ല കാശാവും അങ്ങനെ ചെയ്യുമ്പോൾ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കുറച്ച് ഓടിയാലും നമുക്ക് കുറച്ച് ലാഭം കിട്ടും. നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒതുങ്ങാവുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ചേട്ടനും ഞാനും ഒക്കെ കൂടി സഹകരിച്ച് നിന്ന് നമ്മുടെ വണ്ടിയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ ഒരുവിധം അവസാനിപ്പിച്ചു. ഇനി നമുക്ക് 5 കൊല്ലത്തേക്കും കൂടിയാണ് കേട്ടോ ഈ ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് വണ്ടി കിട്ടുക. അത് മതി, അത് തന്നെ ഏറ്റവും വലിയ ധാരാളമാണ്. നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ജോലിക്ക് പോകുന്നതും വരുന്നതും ഏറ്റവും എളുപ്പമാക്കുന്നത് വരെ ഈ വണ്ടി തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ബസ്സിലാണ് പോകണമെന്നെങ്കിൽ ബസ്സിൽ പോകണവർക്കറിയാം. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പോയി അടുത്ത ബസ് കയറി എനിക്കിപ്പോൾ ജോലിക്ക് പോകുന്ന സ്ഥലത്തേക്കൊക്കെ 2 ബസ് കയറണം. കാര്യം കുറച്ച് ദൂരം ഉള്ളെങ്കിലും ബസ് 2 കയറിയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ജോലിക്ക് പോകുന്നത് പകുതിയോളം നമുക്ക് ഭാരമില്ലാണ്ടാക്കണത് ഈ വണ്ടിയുള്ള കാരണം കൊണ്ട് തന്നെയാണ്. നമുക്ക് വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ മുന്നേ ഇറങ്ങിയാൽ മതി. നമുക്ക് നമ്മുടെ സമയം കൈപ്പിടിച്ച് നമുക്ക് പോവാം. നമുക്ക് ഇടയിലൊക്കെ എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാം. അതുപോലെ തന്നെ തിരിച്ച് ജോലി കഴിയുമ്പോഴും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് ടൗണിൽ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് എവിടെയും ഇല്ല വേഗം വീടെത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം നമ്മുടെ കാര്യം നോക്കി നമുക്ക് പോരാം. അപ്പോൾ ഈ വണ്ടി ഡ്രൈവിങ് പഠിക്കുക, 2 വീലർ എടുക്കുക അല്ലെങ്കിൽ കാർ എടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും ഭയങ്കര നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് വളരെ എളുപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രൈവിങ് സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ച് 2 വീലറിൻ്റെ ഇത് പഠിച്ച് ഞാൻ ലൈസൻസ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടനും കുറേ കാര്യത്തിലൊക്കെ സമാധാനമാണ്. ആൾ പോകേണ്ടടുത്ത കുറേ കാര്യങ്ങൾ എനിക്ക് പോകാൻ പറ്റും. ഇപ്പോൾ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുവരണോ അല്ലെങ്കിൽ ഇപ്പം പള്ളിയെ ഉണ്ടാക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോകണോ, പെട്ടെന്ന് വീട്ടിലൊരു വിരുന്നാർ വന്നു നമുക്ക് എന്തെങ്കിലും പോകണം, അങ്ങനെ എല്ലാ കാര്യത്തിനും ഈ ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കുറേ കാര്യത്തിനൊന്നും ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താനും കുറേ ആൾക്കാരും ആരും ഒന്ന് ബുദ്ധിമുട്ടിക്കാണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അതെല്ലാവർക്കും അത് യൂസ്ഫുൾ തന്നെയാണ്. പരമാവധി എല്ലാവരും ഇതേപോലെ തന്നെ ഡ്രൈവിങ് പഠിക്കുക, ലൈസൻസ് എടുക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇപ്പോഴത്തേ നമ്മൾ ഷെയ്ക്ക് അടിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ആ ബൂസ്റ്റ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി നോക്കിയത് അതിൻ്റെ ബൂസ്റ്റിൻ്റെ കഷ്ണമൊക്കെ പുറത്തേക്ക് തെറിച്ചു പോയി. അങ്ങനെ അതൊക്കെ അവിടെ തുടച്ച് ബൂസ്റ്റ് നമ്മൾ അവക്കാടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ അടിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഓരോ മണ്ടത്തരങ്ങളൊക്കെ വരും, അത് മൈൻഡാക്കണ്ട. അപ്പം ചോറൂണിലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടനും മോനൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂത്ത ആൾ പിന്നെ പള്ളി കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ചതും ചെന്ന് കിടന്നുറങ്ങി. ആളെന്താണാവോ ഞാൻ കിടക്കാൻ പോകാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ചയല്ലേ, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷേക്ക് അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനുള്ളത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ 3 ആളും കൂടി എടുക്കുകയാണ്. പിന്നെ അമ്മ അവിടെ ഇല്ല, കാരണം അമ്മയുടെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 80ാമത്തെ വയസ്സിൻ്റെ. അപ്പോൾ അമ്മ അങ്ങനെ അവിടെ പോയി. അവിടെ ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെയാണ്. അപ്പോൾ അമ്മ ഞായറാഴ്ച വൈകുന്നേരം എത്തുള്ളൂ. അതുകൊണ്ടാണ് അമ്മേനെ കാണാത്തത് കേട്ടോ. വീഡിയോയിലൊന്നും ഞാനും പിള്ളേരും ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടേതായ പണികളും ഒതുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഉച്ചയ്ക്ക് എന്തായാലും കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ക്ഷീണം, തലേ ദിവസം തന്നെ നമ്മൾ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല 1-1.5 ആയിന്ന്. അപ്പോൾ പിന്നെ ആ ഒരു ഉറക്കക്ഷീണം, പിന്നെ ഒന്നാമത് എൻ്റെ ബോഡിയും എൻ്റെ ഹെൽത്തും തീരെ സുഖമില്ല, ഭയങ്കര വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പീരീഡ്സ് ആണ്. അപ്പോൾ പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കുറച്ച് നേരം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഉച്ചർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുള്ള രംഗമാണ് കേട്ടോ ഇന്നത്തെ. അപ്പം നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ താറാവ് കൂട്ടന്മാർക്കുള്ള വീട് സെറ്റാക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചേട്ടൻ ഒരു പട്ടിക്കൂട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. റെഡിമെയ്ഡ് പട്ടിക്കൂടാണ് കേട്ടോ. ചേട്ടൻ വണ്ടി ഓടിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവർക്ക് ആവശ്യമില്ലാണ്ട് ഇങ്ങനെ തന്നപ്പം ചേട്ടൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പ്ലാനിങ്ങിൽ ഒരു പട്ടിക്കുട്ടീനെ മേടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പട്ടിക്കുട്ടി പൂച്ചക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ജീവുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഒരു പട്ടിക്കുട്ടിയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു പട്ടിക്കുട്ടീനെ മേടിക്കാമെന്നുള്ള ആഗ്രഹമൊക്കെ ആയിരുന്നു എൻ്റെ. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, ഇപ്പം നമുക്ക് പട്ടിയുടെ കാര്യങ്ങളൊന്നും വേണ്ട, കാരണം നമുക്കത് ബുദ്ധിമുട്ടാവും. ഞാനും ജോലിക്ക് പോവല്ലേ, അപ്പോൾ പിള്ളേരും ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ നോക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു ഇതിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തായാലും 2 താറാവ് നമുക്ക് ആ കൂട്ടിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഭാഗം, ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻസൈഡിൻ്റെ തിണ്ടുണ്ട്. അപ്പോൾ താറാവുകൾ അധികം നനയില്ല, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം വരില്ല. പിന്നെ നമ്മൾ വേറെ ഷീറ്റ് ഇടാനൊക്കെ നിൽക്കണം. അപ്പോൾ ആ ഒരു ഭാഗത്തെ ചാക്കും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അവിടുത്തെ മണ്ണ് ആദ്യം വെട്ടി ലെവലാക്കണം. കാരണം അവിടെ പല ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിരുന്നത്. അപ്പോൾ ആ ഭാഗം വെട്ടി ക്ലിയർ ആക്കിയിട്ട് അവിടെ നമ്മൾ ആ കമ്പിക്കൂട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ 2 താറാവല്ലേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം. അപ്പോൾ 2 പേർക്ക് സുഖമായിട്ട് ആ കൂട്ടിൽ കിടന്ന് നടക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ കിടന്നോളും. ഞങ്ങൾ പണ്ടത്തെ വീട്ടിലെ കൂടെ എങ്ങനെയാണെന്ന് അറിയാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ചേട്ടൻ അതേപോലെ വെൽഡിങ് സെറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ആക്രി കടയിൽ നിന്ന് ഇരുമ്പിൻ്റെ പൈപ്പും പിന്നെ കുറേ നെറ്റും കമ്പിയും സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. അതായത് അവിടെ നമുക്ക് വില കുറവിന് കിട്ടും. പിന്നെ മറ്റേ മെഷീനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തു. എന്നിട്ട് ഞാനും ചേട്ടനും കൂടിയിട്ടാണ് കേട്ടോ പണ്ടത്തെ ഞങ്ങളുടെ താറാവും കൂടിൻ്റെ കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കമ്പിയും കാര്യങ്ങളൊക്കെ പിടിച്ചു കൊടുക്കും, ചേട്ടൻ അത് വെൽഡ് ചെയ്യും ഓരോ സ്പോട്ടും. ഞങ്ങളുടെ ആ വീട്ടിലത്തെ പരമാവധി സാധനങ്ങളൊക്കെ ഞാനും ചേട്ടനും കൂടി പണിതിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. കൂടുതലും ഞങ്ങളിങ്ങനെ വെൽഡിങ് സെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ആളുടെ ഒപ്പം ഞാനും നിൽക്കും. അത് പണ്ട് തൊട്ടുള്ളൊരു ശീലമാണ്
കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഓരോ ക്രയ പണി കൂടുതലാണ് പണ്ട്. അപ്പോൾ ആ എല്ലാ പണിക്കും ഓരോ ദിവസവും ഞാൻ തന്നെയാണ് അമ്മയുടെ കൂടെ നിൽക്കുക. എല്ലാത്തിനും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും ഒപ്പത്തിന് നിൽക്കാനും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. ചേട്ടൻ അതേപോലെ എന്തൊരു കാര്യം ചെയ്താലും അതിൻ്റെ ഒപ്പം ഞാനും നിൽക്കും കേട്ടോ. അത് എന്തൊരു പണിയാണെങ്കിലും അത് ചേട്ടന് എല്ലാവർക്കും അറിയാം. അവൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒപ്പം ഞാൻ നിൽക്കും. നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ സഹായിച്ചു കൊടുക്കും. അത്രേ പറ്റാത്ത കാര്യത്തിന് മാത്രം നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും പണിക്കാരും കാര്യങ്ങളൊക്കെ വിളിക്കുള്ളൂ. അല്ലാത്ത ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാനും ചേട്ടനും തന്നെയാണ് കേട്ടോ. ചേട്ടനും അതുപോലെ പണിയും ഞാനും അതുപോലെ ആളുടെ ഒപ്പം നിന്ന് സഹായിക്കാറുണ്ട്. മക്കൾക്ക് പറ്റണ പോലെ അവരും ചെയ്ത് സഹായിക്കും അങ്ങനെ. അപ്പം നമ്മുടെ അടുക്കളയിലത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ കാരണം അപ്പോൾ പുറത്ത് ഇനി ഈ പണികളാണ്. പിന്നെ നമുക്കിനി വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അടുക്കളയിൽ എന്തെങ്കിലും ഈവനിങ്ങിലേക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണം. ഒരു 5-6 മണിയാകുമ്പോൾ. അപ്പോൾ ഞാൻ തുണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ. അപ്പോൾ അത് ഞാൻ ഡ്രയറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മുകളിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ എൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കഴുകണം. അപ്പോൾ ഓൾറെഡി ഞാൻ കഴുകി ഇട്ടതൊക്കെ ഒന്ന് ഉണങ്ങുന്നുണ്ടായിരുന്നുള്ളൂ മുകളിൽ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് എടുത്തിട്ട് ബാക്കിയുള്ള തുണികൾ ഡ്രയറിൽ ഇട്ടിട്ട് നമുക്ക് മുകളിൽ കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ വൃത്തിയാക്കി ഡ്രയറിൽ നിന്ന് എടുക്കണം. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കിയുള്ള യൂണിഫോമും കാര്യങ്ങളൊക്കെ കഴുകാൻ. യൂണിഫോമൊക്കെ ഞാൻ സെപ്പറേറ്റ് ഇട്ട് കഴുകുള്ളൂ കേട്ടോ. എൻ്റെ മാത്രം എന്താ വെച്ചാൽ അതിൻ്റെ കളർ ലൈറ്റ് കളറായ കാരണേ മറ്റുള്ളതിനെ കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും. പക്ഷേ ഞാൻ ഈ വട്ടം വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയിട്ടും ഞാൻ വീണ്ടും അലക്കും കല്ലുമ്പോൾ കൊണ്ടുപോയിട്ട് വീണ്ടും കഴുകി. അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ അഴുക്ക് ഇങ്ങനെ പോവാത്ത പോലെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പോലും. എന്നിട്ട് ഞാൻ വീണ്ടും അത് അലക്കും കല്ലുമ്പോൾ കൊണ്ടുപോയി നന്നായി തല്ലി കഴുകിയപ്പോഴാണ് കേട്ടോ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ അപ്പനും മക്കളെ അതിൻ്റെ ചില ഭാഗത്ത് കമ്പികൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പട്ടിക്കൂട്. അപ്പോൾ അതിൻ്റെ താഴെ 2-3 ട്രേയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രേയിൽ കാട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് വൃത്തിയാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ട്രേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു സ്ഥലത്ത് നമ്മളത് സെറ്റാക്കി വൈകുന്നേരത്തേക്ക് ഞാൻ ബ്രെഡ് മേടിച്ച് ആവിയിൽ കയറ്റിയിട്ട് നമ്മുടെ രാവിലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്കലത്തെ. അപ്പോൾ അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് ആവി കയറ്റി എടുത്തപ്പോൾ തിരിഞ്ഞ് ഇതായിരുന്നു നമ്മുടെ പലഹാരം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പറഞ്ഞ പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോടും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇനിയും എന്നെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കമൻറ്റ് അയയ്ക്കുക. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു കമൻറ്റോ കാര്യങ്ങളൊക്കെ ഒന്ന് അയയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ, ബൈ.